അല്ല അപ്പൊ എങ്ങനെയാ ഷിമീർ ചോദിച്ചതാ. ഓക്കെ ഓക്കെ ഇങ്ങനെയല്ല. ഓക്കെ 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 പറഞ്ഞോളൂ. യെസ് യെസ് ആ പറഞ്ഞോളൂ മിസ്റ്റർ മാക് പറഞ്ഞോളൂ. പിള്ളേർക്ക് ചെറിയൊരു കൺസിഡറേഷൻ കൊടുക്കണേ ഷമീറെ. ഓക്കെ ഓക്കെ കൊടുക്കാം കൊടുക്കാം. അവരുടെ ദേഷ്യം അവർക്ക് ഒന്നാമത് പേടി ഉണ്ടാവും, പക്ഷെ അതെന്നാലും ഒരു ചെറിയ കൺസിഡറേഷൻ കൊടുക്കണം. ഓക്കെ ഓക്കെ ഐ വിൽ നോ പ്രോബ്ലം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ സീരിയസ് ആട്ടെ. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഗ്യാങ്ങിന്റെ സിറ്റുവേഷനിൽ മാത്രം സീരിയസ് ആയാൽ മതി അല്ലേ? അത് മതി. ഓക്കെ ഓക്കെ ആ അപ്പൊ എന്തെല്ലാം ചാപ്സേ? ആ ഇക്രു മോനെ കുളിച്ചാ നീന്ന് ഇവിടെ ഈ വണ്ടികളൊക്കെ ഒന്ന് ടി വി അടിച്ച് കളയാൻ പറയാൻ പറ്റുമോ? ഇവിടെ വന്ന് വിളിച്ച പറ്റുന്ന ഇത് നമ്മളെ വീടല്ലേ? വണ്ടി ഇതാകുന്നതിന് മുമ്പ് ആരോ തുള്ളിയിട്ടുണ്ട്. ഓക്കെ 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 അതാ ഗേറ്റ് കൂട്ടിയാ. ആ ഓക്കെ 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 മീറ്റിംഗ് എല്ലാം വരുന്നടാ. പേടിയാന്നടാ മീറ്റിംഗ് എല്ലാം. ചേഞ്ച് ലീഡർ ഒന്നേ പോടാ പുല്ലേ. ആ ഓക്കെ ഹലോ. ആ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹലോ യെസ് 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 അപ്പാ രാജുഭായി ഒരു ഹുഡീസോ ഇതിലൊന്നും ഇട്ടോ ഒന്ന് ലൈനപ്പ് എടുത്തിട്ട് എന്തോ പറയാണ്ട് പോലോ ലീഡർ. അതെ അതെ അതെ. അയ്യോ ഞാൻ എന്താ പറയല്? ഞാൻ വെറുതെ പറഞ്ഞത് പറയണ്ടത്. എന്താ ഞാൻ പറയണ്ടേ? അയ്യോ വീഡിയോന്നല്ല എന്റെ കൈ വിളിക്കണ്ടത്. ഓക്കെ 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 ഹലോ 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 ഗ്യാങ്ങിലുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നതെന്ന്. ഇറ്റ്സ് എ ലീഡർ ഓർഡർ. എല്ലാവരും ഗ്യാങ് ഹൗസിലേക്ക് വരുക. യൂണിഫോം ഇട്ട് വരുക. യൂണിഫോം ഇട്ട് എല്ലാവരും ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് ഗ്യാങ് ഹൗസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. എനിവേ താങ്ക്സ് ഫോർ ദ വാർ. ഓക്കെ കമോൺ. ആ അടിക്കാം അതെ 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 അത്രേ ഉള്ളൂ. ഇതാരാന്ന് ഈ ശവം ഇവിടെ കിടക്കുന്നു ബാക്കില്? അയ്യോ സോറി സോറി അപ്പാ. ഓക്കെ അല്ല നമുക്ക് ഷെയ്ക്കാം. മറ്റേ പരിപാടിയൊന്നും ഇല്ല. അല്ല മറ്റേ മീൻസ് അതല്ല പെണ്ണുപിടിയല്ല, അത് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയാ അന്ന് നമ്മളെന്തോ ചെയ്തില്ലേ? ഏതോ മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോയിട്ട് എന്തോ തോക്ക് ഇത് എന്താ സംഭവം? അതൊന്നും കിട്ടൂല. അത് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്നവരല്ല മിസ്റ്റർ എക്സ്. അല്ലല്ലോ ഓറെ കാണണമെന്നില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മള് കോലീഡേഴ്സ് ആയിട്ട് മാത്രം. എന്താന്ന് വെച്ചാല് ബ്രോ ഇതാരാ? ആ ബ്ലേക്ക്. ഓക്കെ ആ ഓക്കെ ആ അല്ല ഇതിപ്പോ ആരെയാണ് അടുത്ത കോലീഡർ ആക്കാന്നുള്ള ഒരു സംഭവം അനക്ക് അപ്പാപ്പനെയാന്ന് തോന്നുന്നത്. അത് പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് സംസാരിക്കേണ്ടതാണ്. ഒന്നാമത് വെച്ചാൽ സിറ്റിയില് അങ്ങനെ എന്നാ പിന്നെ നാളെ തീരുമാനം എടുക്കാം. ലീഡേഴ്സ് എല്ലാ ഗ്യാങ്ങിലും ഇല്ല. മനസ്സിലായി. ഓ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ മനസ്സിലായി. മറ്റേ അതിന്റെ കേസ് ഉണ്ടായതുകൊണ്ടാണ് നീ അന്ന് കോലീഡർക്ക് ഞാൻ അന്ന് കോലീഡർ ഇറങ്ങുകയാണെന്ന് പറഞ്ഞില്ലേ മെമ്പർ ആവാറിനൊപ്പം. പിന്നെ പുറത്ത് 3 കോലീഡേഴ്സ് വരെ ആവാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതായത്. 3 കോലീഡറിന്റെ ആവശ്യമില്ല. ആണെന്നുണ്ടെങ്കിൽ ഒരു കോലീഡറും കൂടി വെക്കാം. അത് ഇനി ആരാന്നുള്ളത് നമുക്ക് പുറത്ത് സംസാരിക്കായിരിക്കും ബെറ്റർ. മനസ്സിലായി. ചാറ്റ് നോക്കണ്ടേ? ചാറ്റ് പല പേരും പറയും. ഫാൽക്കൻ, രാജുഭായ്, റാംബോ അങ്ങനെ പല പേരും പറയും. നമ്മക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് എന്താന്നുള്ളത് നോക്കിയിട്ട് തൊപ്പി ലീഡറും ഗോഡ് ഫാദർ ഉണ്ടല്ലോ, ഗോഡ് ഫാദറോട് ചോദിച്ചിട്ട് നല്ലത്. അതെ അല്ല ഞാൻ പറയുന്നത് എന്താ അറിയോ? നമ്മളിപ്പോ ഖജനാവില് അത് ഞാൻ അവിടെ സംസാരിച്ചോളാം. നമുക്കെന്നാ പിന്നെ മീറ്റിംഗ് ഇതാക്കിയാലോ? സെറ്റാക്കാം. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ലൈനപ്പിക്കണേ. പെട്ടെന്ന് ഇതിലാരഞ്ഞ് പെട്ടെന്ന് ഇവിടെ ഗ്യാങ് ഹൗസിൽ എത്താൻ ബാക്കിയുള്ളവരാരാ? റേഡിയോ മാക്കാ എന്താ പറയാണ്ടോ? ഓക്കെ ലവ് യു ടു. വാ ഇതാരാ ഈ ജോക്കർ ചോപ്പ് ഡ്രസ് ഇട്ടിട്ട്? ഇതേതാ ഈ ജോക്കർ? ഈ 2 വണ്ടികളൊന്ന് പുറത്തിട്ട്. ഹലോ ഡി എൻ അല്ല
അതെന്താ നിനക്ക് സാധാ ഡ്രസ്സില്ല, ഇതെന്താ ഈ ചോപ്പ്? അടിക്കുമ്പോ ആൾക്കാര് നമ്മളെ പേടിക്കണം. ആണോ? ഓക്കെ, എല്ലാരും മെമ്പേഴ്സ് എല്ലാം ആയോ? എടാ ഒരു 2 ലൈൻ എന്നാ, 2 ലൈൻ എന്നാ എല്ലാരും ഒന്ന് 2 ലൈൻ മതി. ബാക്കോട്ട് വന്നു ഇവിടുന്ന് അങ്ങോട്ട് ബ്ലേക്കിന്റെയും രാജുബായിന്റെയും ബാക്ക് അങ്ങനെ എന്നാ മതി. കുറച്ചും കൂടി ഇങ്ങോട്ട് ബ്ലേക്ക് കുറച്ച് ലെഫ്റ്റിൽ വാ, ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയക്ക് ഇങ്ങോട്ട് വാ. ആ രാജുബായി ഈ ഒരു ഏരിയ, അതെ രാജുബായി നിൽക്കുന്ന ഏരിയ. ഓർഡർ എല്ലാരും ഓർഡറിലാണോ? താങ്ക് യു ബ്രദർ. ആയല്ലോ, റെഡി ആയല്ലോ. എനിവേ എനിക്ക് ഇന്നത്തെ എന്താ പറയാ വാർ അടിപൊളിയായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കേൾക്കുന്നുണ്ടോ? ഞാൻ റേഡിയോയിൽ സംസാരിക്കണോ? ഇനി ആൾക്കാർ വരാനുണ്ടോ ഷെയ്ക്കാൻ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഗ്യാങ്ങിൽ അവർ സപ്പോർട്ട് ചെയ്തതും ഇതിൽ വാറിൽ ഇറങ്ങി കളിച്ച എല്ലാവർക്കും എൻ്റെ വക ബിഗ് ഡബ്ല്യു. അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം നമ്മളെ ഗ്യാങ് ഫണ്ട് എത്ര ഉണ്ട്? ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അതെന്താ? എങ്ങനെ? ഓക്കെ ഓക്കെ. നമുക്ക് അതിന് ശേഷം ഒരു ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഗ്രൈൻഡ് ചെയ്ത് ആ ടാർഗറ്റിലേക്ക് എത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ അത്രയും ടാർഗറ്റ് എന്നുള്ള കാര്യം ഞാൻ സംസാരിക്കാം ആ സമയത്തേക്ക്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഇതാക്കണം. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ എന്താ പറയുക ശക്തരായി തുടരുക എന്ന് മാത്രമുള്ളതല്ല, നമ്മളിവിടെ മികച്ചതായി തുടരുക എന്നുള്ളത്. അതായത് ഏറ്റവും എന്താ പറയുക ഈ ഗ്യാങ് ഇതിൽ നമ്മൾ ഒരു എന്താ പറയുക ഒരു ട്രേഡ് മാർക്ക് ഇവിടെ ഉണ്ടാക്കണം. ഈ MRG എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ ഒരു ഗ്യാങ് അല്ലാന്നും ഇങ്ങനെ പല ഇതും നമ്മളെ കുറിച്ചുണ്ട്, പല ആക്ഷേപങ്ങളും പല ഇതും നമ്മളെ കുറിച്ചുണ്ട്. എന്താ ഇത് പൊട്ടൻ ഗ്യാങ്, മറ്റേ ഗ്യാങ്, ഇത് പല ആക്ഷേപങ്ങളും ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് ഇത് മാക്സിമം റെഡിയാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്ത് നോക്കും. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ നമുക്കൊരു ജേണി ആയിട്ട് പോയി എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്കെന്താ പറയുക ഈ ഗ്യാങ് വളർത്തി ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്ക് ഇതെത്തിക്കണം. ഇതാണ് എൻ്റെ ഒരു എയിം. ഐ തിങ്ക് നിങ്ങളെല്ലാവരും എയിം ഇത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? അപ്പോൾ അതാണ് നമ്മളിത്. അതിന് വേണ്ടിയിട്ട് ആർക്കും എന്ത് സജഷൻ വേണമെങ്കിലും എന്ത് സംഭവം വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഓരോരാൾക്കുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാം. എന്തെല്ലാം ഇതിൽ മാറ്റം വരുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ഇതാക്കണം. പിന്നെ നാളെ കോ-ലീഡർ ആരാന്നുള്ളത് ചിലപ്പോൾ ഞാൻ പ്രഖ്യാപിക്കും. ചിലപ്പോൾ അത് തീരുമാനം നമ്മൾ എല്ലാവരും കൂടി, ഞാനും ഷെയ്ക്കും മാക്കും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, ഉചിതമായൊരു തീരുമാനം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ പറയാം. അതായത് ഇത് മാറ്റണം, ഇത് ഇതാക്കണം, നിങ്ങളെ എന്ത് സജഷൻ ആണെങ്കിലും നമുക്ക് അത് എല്ലാവർക്കും ഒത്തുപോകുന്നതാണെങ്കിൽ നമുക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സജഷൻ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങളെ പോലെ ഇരിക്കുക. പലരും പറയും ലീഡർ തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ട് വെച്ചാൽ ഷണ്ണറാണ് ലീഡർ എന്നാണ്. നമുക്ക് ഒരു എതിർപ്പുമില്ല, ഒന്നുമില്ല. ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് എന്നെ പൊക്കിപ്പറയൽ മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്യാങ്ങിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ഇതാരും ഈ പൂച്ചക്കുട്ടിനെയും കൊണ്ട് കളിക്കുന്നത്, ഈ ഗ്യാങ്ങിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഈ MRCനെ ഹയസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യം, ഇത് തെറ്റാന്ന്, ഇവർ ചെയ്യുന്നത് തെറ്റാന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസോ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് വന്ന് പറയാം. ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ട് മാത്രം സീരിയസ് ആണ്, അല്ലാത്ത സമയത്ത് ഞാൻ പഴയ ഷമീർ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പറയാനുണ്ടോ? നമുക്ക് പോയി ശരിയാക്കാം. ഒറ്റയടിക്കല്ല ഒറ്റ ശരിയാക്കാൻ പറ്റുന്ന. അതെ. ഇന്ന് നമ്മളൊരു എന്താ പറയാ ഒരു മുദ്ര നമ്മൾ പതിപ്പിച്ചു അല്ലേ ബോയ്സ്? നമ്മൾ ഇന്നൊരു മുദ്ര പതിപ്പിച്ചു. കാരണം അതെ, 3 വാറും നമ്മൾ ജയിച്ച ഒരു ചെറിയ കാര്യമല്ല, നിങ്ങൾ ചെയ്ത ഒരു ചെറിയ കാര്യമല്ല, അത് വലിയ സംഭവമാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഇതേപോലെ വാറുകൾ വരും, പലതും വരും. നമ്മളെ തകർക്കാൻ വേണ്ടി പല ശക്തികളും പല ഗാങ്സും പല ആൾക്കാരും വരും. പക്ഷേ
നമ്മൾ ആ ഒന്നും വിട്ടുകൊടുക്കൂല, നമ്മൾ പൊരുത തന്നെ ചെയ്യും, അത്രേ ഉള്ളൂ അല്ലേ? അതെ. അപ്പൊ ഇന്ന് പറഞ്ഞോ കഴിയുമ്പോ വെച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നത്തെ വാർ ജയിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡാൻസ് കളിച്ചാലോ? അതെ, കളിക്കാം. ഓക്കെ, എന്നാ അല്ല എന്റെ വാക്കുകൾ ഞാൻ എന്നാ ചുരുക്കുന്നത്. വേറെ ആരാ സംസാരിക്കുന്നേ? കാഫി ബ്രോ എന്താ പറയാനുള്ള ബ്രോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മളെ ഫാമിലിന്റെ ഒരു വെൽവിഷറാ. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ തന്നെ നിൽക്കാമെങ്കിൽ ഒരു ഡാൻസോട് കൂടി നമുക്ക് ഇതാക്കാം. ഞാൻ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് കൃപയാ ജാൻകാരി.